ഇടത് സഹയാത്രികൻ റെജി ലൂക്കോസ് ബി.ജെ.പിയിൽ. സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ റെജി ലൂക്കോസിനെ ഷാൾ അണിയിച്ച് സ്വീകരിച്ചു. തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി മധ്യകേരളത്തിൽ നിന്ന് കൂടുതൽ നേതാക്കളെ പാർട്ടിയിലെത്തിക്കാനാണ് ബി.ജെ.പി നീക്കം. പല നേതാക്കളുമായും ചർച്ച നടത്തിയെന്ന് ബി.ജെ.പി സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഷോൺ ജോർജ് 24 പറഞ്ഞു. കഴിഞ്ഞ ദിവസം വരെ ടെലിവിഷൻ ചർച്ചകളിൽ CPIM-നായി വാദിച്ച റെജി ലൂക്കോസാണ് ഇന്ന് രാവിലെ തിരുവനന്തപുരത്തെ ബി.ജെ.പി ആസ്ഥാനത്തെത്തി ബി.ജെ.പി അംഗത്വം സ്വീകരിച്ചത്. 35 വർഷമായി ഇടതുപക്ഷത്തോടൊപ്പം സഞ്ചരിച്ചുവെന്നും ദ്രവിച്ച ആശയം മാറണമെന്നും ബി.ജെ.പിക്കാരനായ റെജി ലൂക്കോസ്. പഴയ ദ്രവിച്ച ആശയങ്ങളുമായിട്ട് ഇനി മുന്നോട്ട് പോയാൽ നമ്മുടെ നാട് വലിയ രീതിയിലുള്ളൊരു വൃദ്ധസദനമായിട്ട് മാറും. അതിന് ബി.ജെ.പിയുടെ ദേശീയ നേതൃത്വം പകർന്നു നൽകുന്ന വികസനവും ആശയങ്ങളും എന്നെ കുറെ നാളുകളായിട്ട് സ്ട്രൈക്ക് ചെയ്യുന്നുണ്ട്. റെജി ലൂക്കോസിന് പാർട്ടിയുമായി ഒരു ബന്ധവുമില്ലെന്നാണ് CPIM നേതാക്കളുടെ പ്രതികരണം. ഇടതുപക്ഷ സഹയാത്രികൻ വലതുപക്ഷ സഹയാത്രികൻ എന്നത് ആർക്കും അവകാശപ്പെടാവുന്ന കാര്യമാണ്. അതുകൊണ്ട് CPIM-മായി അയാൾക്കൊരു ബന്ധമുണ്ട് എന്ന് സ്ഥാപിച്ചെടുക്കുന്നത് ബി.ജെ.പിയുടെ രാഷ്ട്രീയ ലക്ഷ്യമാണ്. പാലക്കാട് CPIM മുൻ ഏരിയ സെക്രട്ടറി ബി.ജെ.പിയിൽ ചേർന്നു. അട്ടപ്പാടി ഏരിയ സെക്രട്ടറി ആയിരുന്ന VR രാമകൃഷ്ണനാണ് ബി.ജെ.പിയുമായി സഹകരിക്കാൻ തീരുമാനിച്ചത്. VR രാമകൃഷ്ണൻ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ അഗളി പഞ്ചായത്തിൽ CPIM വിമതനായി മത്സരിച്ചിരുന്നു. നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് മധ്യകേരളത്തിലെ പ്രമുഖ നേതാക്കളെ പാർട്ടിയിലെത്തിക്കാനാണ് ബി.ജെ.പി നീക്കം. എല്ലാ മേഖലയിലും നമ്മൾ നിരവധി, അതായത് ജനങ്ങൾക്കിടയിൽ അഭിപ്രായമുള്ള എല്ലാ നേതാക്കളുമായി ഞങ്ങൾ ചർച്ച ചെയ്യുന്നുണ്ട്. 24 തിരുവനന്തപുരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.